പ്രിയപ്പെട്ടവരെ, ഹെർമോണിലെ മഞ്ഞുകണങ്ങൾ പോലെ ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പുലർകാല വിചിന്തനം. ഈ പുലർകാലത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഹൃദയപൂർവ്വം ഈശോയോട് പ്രാർത്ഥിക്കാം. മനസ്സും ഹൃദയവും ദൈവത്തിൻ്റെ തിരുരക്തത്തിൻ്റെ കൃപയാൽ സമ്പന്നമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആവശ്യമുള്ളത് ഈ ദിവസവും ദൈവം നമുക്ക് നൽകി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ദൈവം വഴി നടത്തുന്നതിന് വേണ്ടി ഈശോയോട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവവചനം ശ്രവിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവതിരുവചന ഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യമാണ്. ഈ 3-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ സോളമനോട് ദൈവത്തിൻ്റെ കൃപ കടന്നു വരികയാണ്. സോളമന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുന്നു. സോളമൻ മറ്റൊന്നും ചോദിക്കുന്നില്ല. വിനയാന്വിതനായി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സോളമൻ പറയുന്നൊരു കാര്യമുണ്ട്. വലിയ മഹാജനമായി പെരുകി നിൽക്കുന്ന ഇവരുടെ മധ്യയാണ് ഞാൻ നിൽക്കുന്നത്. ഈ ജനത്തെ നന്മയോടും നീതിബോധത്തോടും കൂടെ ഭരിക്കാനുള്ള കൃപ നൽകണമേ, വിവേകം നൽകണമേ, ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവ് പറഞ്ഞു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും നീ എന്നോട് ചോദിച്ചില്ല. നിനക്കാവശ്യമുള്ളത് മാത്രം നീ ചോദിച്ചു. ദൈവം പറഞ്ഞു, നീ ചോദിക്കാത്തത് കൂടെ നിനക്ക് ഞാൻ നൽകാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ നിന്നോളം സമ്പത്തോ മഹത്വമോ ഉള്ള മറ്റൊരു രാജാവും ഉണ്ടാവുകയില്ല എന്ന് സോളമനോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മനുഷ്യൻ്റെ പല പ്രാർത്ഥനകളും അനുഗ്രഹമില്ലാതെ കടന്നു പോകാൻ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയില്ല. ദൈവമായ കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മക്കൾ അപ്പൻ ചോദിച്ചാൽ തേളിനെ തരുമോ? അപ്പോൾ എന്താണോ നിനക്ക് ആവശ്യമുള്ളത് മാത്രമേ പ്രാർത്ഥനയിൽ ദൈവം അനുവദിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്തായിരുന്നു? അവൻ ജനത്തെ നയിക്കുവാൻ വേണ്ടി പിറവിയെടുത്തവനാണ്. ദൈവം അവനെ അവരോധിച്ചത് സിംഹാസനത്തിലാണ്. ആ സിംഹാസനത്തിലിരിക്കുമ്പോൾ അവന് വേണ്ടത് നീതിബോധവും ജ്ഞാനവും വിവേകവും ബുദ്ധിയുമായിരുന്നു. ജനത്തെ നന്മയും തിന്മയും വേർതിരിച്ച് വളർത്തിയെടുത്തുകൊണ്ട് വരുവാൻ സോളമൻ വേണ്ടതാണ് ദൈവത്തോട് ചോദിച്ചത്. വേണ്ടത് ദൈവത്തോട് ചോദിക്കുവാനുള്ള വിവേകമുണ്ടായപ്പോഴാണ് അവൻ്റെ ആത്മീയതയ്ക്ക് ഏറ്റവും വലിയ കൃപയുണ്ടാകുന്നത്. ഒരാളുടെ ആത്മീയത എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ചോദിക്കുന്ന ആ വലിയ ജ്ഞാനത്തിന് പറയുന്ന പേരാണ് ആത്മീയത. സോളമൻ അത് ചോദിച്ചു. ദൈവം അവനോട് പറഞ്ഞു, നീ ചോദിക്കാത്തതോടെ നിനക്ക് ഞാൻ നൽകാൻ പോവുക. ഭൂമിയിൽ നിന്നോളം സമ്പന്നനായ മറ്റൊരാളും ഉണ്ടാവുകയില്ല, നിന്നോളം അനുഗ്രഹമുള്ള മറ്റൊരാളും ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രാർത്ഥന. ദൈവം മനസ്സറിഞ്ഞ് നിനക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. അതുകൊണ്ട് നീ ചോദിക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് മാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന സ്വാർത്ഥതയില്ലാത്തൊരു പ്രാർത്ഥന, അതാണ് ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കേണ്ടത്. സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സ്വാർത്ഥതയുടെ വലിയൊരു അംശം അതിൻ്റെ അകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ദൈവം പലപ്പോഴും പല പ്രാർത്ഥനയുടെ മേലും ദൈവം തിരിഞ്ഞു നോക്കില്ല. എന്നാൽ നിസ്വാർത്ഥമായ ജീവിതത്തിന് വേണ്ട കൃപയ്ക്ക് വേണ്ടി നിരന്തരം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നീ ചോദിക്കാത്തത് പോലും നിനക്ക് നൽകും. വചനം പറയുന്നുണ്ടല്ലോ, ചോദിക്കുക നിനക്ക് നൽകപ്പെടും, അമർത്തിയും കുലുക്കിയും നൽകപ്പെടും. എങ്ങനെ? പ്രാർത്ഥന സ്വാർത്ഥതയില്ലാതെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം ദൈവത്തോട് ചോദിക്കുക. ദൈവം നിന്റെ പിതാവാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അവൻ നിനക്ക് കണ്ടറിഞ്ഞ് നൽകും. നീ ചോദിക്കാത്ത അനുഗ്രഹം പോലും ദൈവം നിനക്ക് നൽകും. ഈശോയെ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയണമേ. അതിനുള്ള ജ്ഞാനവും ബുദ്ധിയും നൽകണമേ. ബാക്കിയെല്ലാം എൻ്റെ ജീവിതത്തോട് അങ്ങ് ചേർത്ത് ബന്ധിക്കുമല്ലോ. ആമേൻ.